നമസ്കാരം കൂട്ടുകാരെ, ഞാൻ പീറ്റർ ചോൾ. ഇന്നത്തെ വീഡിയോ അതായത് 16/6/2026 ചൊവ്വാഴ്ച വൈകിട്ട് സ്വർണ്ണവിലയും റബ്ബർ വിലയും. സ്വർണ്ണവില 1 ഗ്രാമിൻ്റെ മുകളിൽ 15 രൂപ, 1 പവൻ്റെ മുകളിൽ 120 രൂപയാണ് ഇന്ന് കുറഞ്ഞിരിക്കുന്നത്. 22 ക്യാരറ്റ് 13,875, 1 പവൻ 1,11,000. അതേസമയം 24 ക്യാരറ്റ് 15,137, 1 പവൻ 1,21,096. അതുപോലെ 18 ക്യാരറ്റ് 11,353, 1 പവൻ 90,824. ഇതാണ് വൈകിട്ടത്തെ സ്വർണ്ണവില. സ്വർണ്ണം വാങ്ങിക്കുമ്പോൾ സ്വർണ്ണത്തിൻ്റെ പരിസ്ഥിതി ഉറപ്പാക്കി വാങ്ങിക്കാൻ ശ്രമിക്കുക. കടയിൽ പോയി സ്വർണ്ണം വാങ്ങിക്കുമ്പോൾ വാറ്റ്, കട പണിക്കൂലി, GST എന്നിവയെല്ലാം കൂട്ടിച്ചേർത്താണ് കൊടുക്കേണ്ടി വരുന്നത്. ഇന്നും എല്ലാവരും വിചാരിച്ചത് സ്വർണ്ണവില ഇന്നും കൂടുമെന്നായിരുന്നു. സ്വർണ്ണവില ഇന്ന് കേരളത്തിൽ അപ്രതീക്ഷിതമായാണ് കുറഞ്ഞത്. US ഇറാൻ സമാധാന ഡീൽ യാഥാർത്ഥ്യമാകുന്നതിനാൽ ഇന്നലെ ക്രൂഡ് ഓയിൽ വില ഇടിയുകയും ഡോളർ ദുർബലമാവുകയും ചെയ്തതോടെയാണ് സ്വർണ്ണവില ഇന്നലെ കുതിച്ചു ഉയർന്നത്. അതിനു മുന്നോടിയായി ഇന്നും കുതിക്കുമെന്നാണ് പലരും വിചാരിച്ചത്, എന്നാൽ കുറയുകയാണ് ഉണ്ടായത്. അതേസമയം റബ്ബർ വില വീണ്ടും കൂടിയിരിക്കുന്നു. കോട്ടയം വില നോക്കുമ്പോൾ RSS 4 കിലോ 275, RSS 5 കിലോ 271, ISN 20 222, ലാറ്റക്സ് 60% യാസിൽ 169 രൂപ 5 പൈസ. ഇതാണ് വൈകിട്ടത്തെ കോട്ടയം വില. കൊച്ചി വില നോക്കുമ്പോൾ RSS 4 കിലോ 275, RSS 5 കിലോ 271. ഇതാണ് വൈകിട്ടത്തെ കൊച്ചി വില. അഗർത്തല വില നോക്കുമ്പോൾ RSS 4 കിലോ 263, RSS 5 കിലോ 260. വിദേശ വില നോക്കുമ്പോൾ ബാങ്കോക്ക് RSS 4 311 രൂപ 6 പൈസ, RSS 2 309 31 പൈസ, RSS 3 307 രൂപ 71 പൈസ, RSS 4 306 രൂപ 84 പൈസ, RSS 5 306 രൂപ 41 പൈസ. ഇതാണ് വിദേശ വില. ഇന്നത്തെ വില രാവിലെയായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ 2 രൂപയാണ് കുതിച്ച് കയറിയിരിക്കുന്നത്. ജൂൺ 15 ആരംഭിച്ച സൗജന്യ പ്രിയദർശിനി യാത്ര ആദ്യ ദിവസം യാത്ര ചെയ്തത് 13 ലക്ഷം വനിതകളാണ് കേരളത്തിൽ. പദ്ധതിക്ക് മികച്ച പ്രതികരണമാണ് കിട്ടിയത്. പദ്ധതി നടപ്പാക്കിയതിന് പിന്നാലെ KSRTC ഓർഡിനറി ബസ്സുകളിൽ യാത്ര ചെയ്യുന്ന സ്ത്രീകളുടെ എണ്ണത്തിൽ വൻ വർധനവ് രേഖപ്പെടുത്തിയിരിക്കുന്നു. ഇന്നലെ മാത്രം സ്ത്രീകൾ ഓർഡിനറി ബസ്സുകളെ സമീപിച്ചത് 13,29,938. തൊട്ട് തിങ്കളാഴ്ച 7,34,693 അതായത് ഒറ്റ ദിവസം കൊണ്ട് 5,95,245 വനിതാ യാത്രക്കാരുടെ വർധനവാണ് ഉണ്ടായിരുന്നത്. സാധാരണക്കാർക്കും ജോലിക്ക് പോകുന്ന സ്ത്രീകൾക്കും ഈ പദ്ധതി വലിയ ആശ്വാസമായി മാറിയിരിക്കുമെന്നാണ് ഈ കണക്കുകൾ വ്യക്തമാക്കുന്നത്. തൃശ്ശൂർ MPയും കേന്ദ്രമന്ത്രിയുമായ സുരേഷ് ഗോപി പറയുന്നത് ഈ സൗജന്യയാത്രയിൽ നിന്നും പണക്കാർ സ്വയമേ ഒഴിവാകണമെന്നാണ്. അത് നല്ലൊരു നിർദ്ദേശമായിരുന്നു. സാമ്പത്തികമുള്ളവർ ടിക്കറ്റ് കൊടുത്തു പോകുന്നതാണ് ഏറ്റവും നല്ലത്. ഇതോടുകൂടി ഈ വീഡിയോയുടെ പൂർണ്ണമാകുന്നു. ഇത്രയും സമയം ക്ഷമയുടെ കേട്ടിരുന്ന് വളരെയധികം നന്ദി. നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ഒരു ലൈക്കും, ഒപ്പം നിങ്ങളുടെ വിലയേറിയ അഭിപ്രായം സബ്സ്ക്രൈബ് മറക്കല്ലേ.